തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 29-ാം വാക്യം. അങ്ങനെ ഉള്ളവനിൽ ഏവനും ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനോട് ഉള്ളതുകൂടെ എടുത്തു കളയും. ഉള്ളതുകൂടി എടുത്തു കളയപ്പെടുന്ന ഒരു ആത്മീയതയാണ് വിശുദ്ധ മത്തായി ശ്ലീഹ സാക്ഷിക്കുന്നത്. ഉള്ളവരും ഇല്ലാത്തവരും ഏറി വരുന്ന ഒരു ആഗോള സംസ്കാരത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. ഉള്ളവനിൽ നിന്ന് എടുത്തില്ലാത്തവന് കൊടുക്കണമെന്നും ഇല്ലാത്തവന് ഏറെ കൊടുത്തവനെ ഉള്ളവനാക്കണമെന്നും പ്രഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വാക്കുകൾ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നു. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളും സങ്കല്പങ്ങളും ദർശനങ്ങളും നിലവിലിരിക്കുന്ന വ്യവസ്ഥിതികളിൽ നിന്നും വ്യത്യസ്തവും വിഭിന്നവുമാണ്. ഉപമകളിലൂടെയാണ് ദുരൂഹമായ ദൈവരാജ്യ സത്യങ്ങളെ ലളിതമായ രീതിയിൽ യേശുതമ്പുരാൻ പഠിപ്പിച്ചത്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ മാനദണ്ഡം എന്താണ്? ആരാണ് ആ മാനദണ്ഡം നിശ്ചയിക്കേണ്ടത്? ദൈവോദ്ദേശത്തിന് വിധേയമായി മുന്നോട്ട് പോകുമ്പോൾ ദൈവരാജ്യ അനുഭവം നാം പ്രാപിക്കണം. ഒരു പരിധിവരെ നമ്മുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ദൈവരാജ്യത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുന്നത്. ക്രിസ്തു പറഞ്ഞ താലന്തുകളുടെ ഉപമ ആനുകാലിക യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. വിശ്വസിച്ചേൽപ്പിക്കുന്ന ദൈവം. ഉപമയിൽ ഏതാനും വ്യക്തികളെ നാം കാണുന്നു. മുഖ്യമായും ഒരു യജമാനനും 3 ദാസന്മാരും. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്ന യജമാനൻ സമ്പത്ത് മുഴുവൻ ദാസന്മാരെ ഏൽപ്പിക്കുന്നു. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് അവരോട് പറയുന്നില്ല. അവർക്കിഷ്ടം പോലെ എന്തും ചെയ്യാം, സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. യാതൊരു മാർഗരേഖയും നൽകുന്നില്ല. ധനാത്മകമായി ചിന്തിക്കുന്ന ഒരു യജമാനനാണെന്ന് ഉപമയുടെ അവസാനത്തിൽ നാം മനസ്സിലാക്കുന്നു. എന്തു തന്നെ ആയാലും അവരെ ഫലമേൽപ്പിക്കുന്നത് ഒരു നല്ല വ്യക്തി, അൻ ഇൻട്രസ്റ്റിംഗ് ഗോഡ്. ഫലമേൽപ്പിക്കുന്നവയിൽ വിട്ടു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. മറ്റുള്ളവരിൽ വിശ്വാസം ഉണ്ടാകണം. ഇവയിൽ രണ്ടിലും കമ്മിയായിരിക്കുന്നത് ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. സഭയിലായാലും രാഷ്ട്രീയത്തിലായാലും പദവിയും അധികാരവും മറ്റുള്ളവരെ ഫലമേൽപ്പിക്കുന്നതിന് മടിയുള്ള നേതാക്കന്മാരെയാണ് നാം കാണുന്നത്. ആരെയും വിശ്വാസവും മതിപ്പില്ലാത്തത് അതിനൊരു കാരണമാണ്. ദൈവം ഈ മനുഷ്യ സ്വഭാവത്തിന് അതീതനാണ്. മനോഹരമായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച എല്ലാ മനുഷ്യനെയും ഫലമേൽപ്പിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവമായിരിക്കുന്നത് ഈ ഒരു വലിയ വിശാലത കൊണ്ടുകൂടെയാണ്. ഇത് നമുക്കെല്ലാം ആവശ്യമായിരിക്കുന്നത് ജീവിത ദർശനത്തിലും കർമ്മപദത്തിലും ഫലമേൽപ്പിക്കുന്ന സമൂഹം ഉണ്ടാകണം എന്നതാണ്. പ്രാപ്തിക്കനുസരിച്ച് ലഭിച്ചത് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ ഇഷ്ടമോ ഔദാര്യമോ പക്ഷാഭേദമോ അനുസരിച്ചല്ല താലന്തുകൾ ഫലമേൽപ്പിക്കുന്നത്. ഓരോരുത്തരുടെയും പ്രാപ്തി പോലെയാണിത്. പ്രാപ്തിക്കനുസരിച്ച് ഫലമേൽപ്പിക്കുന്ന താലന്ത് യുക്തിക്കനുസരിച്ച് വിനിയോഗിക്കണം. 5 താലന്ത് ലഭിച്ചവന് 2 താലന്ത് ലഭിച്ചവനും അവയെ ഇരട്ടിപ്പിക്കുന്നു. 1 താലന്തിന്റെ ഉടമ പൂഴ്ത്തിവെക്കുന്നു. താലന്ത് ലഭിച്ചവന് ഉത്തരവാദിത്വം ഉണ്ട്, കടപ്പാടുണ്ട്. അവന്റെ നിയോഗത്തെ അവൻ തിരിച്ചറിയണം. ഉത്തരവാദിത്വങ്ങളും കടപ്പാടുകളും മറന്നുപോയ മാനിക്കാത്ത ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, തൊഴിൽ, സഭ, നമ്മുടെ സിദ്ധികൾ, കഴിവുകൾ തുടങ്ങിയ അനേകം താലന്തുകൾ ലഭിച്ചിട്ടുള്ളവരാണ് നാം. അവയെ വർദ്ധിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അവയെ ഉത്തരവാദിത്വപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതാണ്. നിരുത്തരവാദപരമായും അലസമായും നാം കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ സാമൂഹ്യ ദ്രോഹികളും നിഷ്പ്രയോജകരുമായി നാം മാറുന്നു. നാം ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തോട്, കുടുംബത്തോട് എല്ലാം നമുക്ക് കടപ്പാടുണ്ട്. കടപ്പാടുകളെ കെടുത്തുന്ന മനുഷ്യരുള്ള ജീവിതം കൂടി കെടുത്തിക്കളയുന്നവരാണ്. പ്രിയമുള്ളവരെ, ഈ താലന്തിൻ്റെ ഉപമയിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലഭിച്ച താലന്തുകളുടെ അളവനുസരിച്ച് അവയെ വർദ്ധിപ്പിച്ചുകൊണ്ട് അനേകരുടെ നന്മയ്ക്കായി പ്രയോജനകരമായി തീരുവാൻ
നമ്മുടെ ജീവിത നിയോഗം രൂപാന്തരപ്പെടുമാറാകട്ടെ. ആമേൻ.